ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഒരു ഏകലവ്യ ആശ്രമത്തിലാണ് പഠിക്കുവാനിടയായി തീർന്നത്. ഏകലവ്യ ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരിക്കലും അവിടെ ബൈബിളല്ല പഠിപ്പിക്കുന്നത്. ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ചും വിഗ്രഹങ്ങളെ സേവിക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കുവാനിടയായി തീർന്നത്. ആ ക്ഷേത്രാങ്കണത്തിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രഭാതം 3 മണിക്ക് എഴുന്നേൽക്കണം. കൃത്യം 4:50 ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നതിന് മുമ്പ് അവിടുത്തെ പൂജയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവിടുത്തെ ഭജനപ്പാട്ടിനൊക്കെയും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ക്ഷേത്രാങ്കണത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു ഹൃദയത്തിനകത്ത് ഒരു വലിയ ആഗ്രഹം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. എനിക്കൊരു ചെണ്ടകൊട്ട് പഠിക്കണമെന്നുള്ളൊരു താല്പര്യം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി. അങ്ങനെ ഏകദേശം 48 മണിക്കൂറോളം ഗിന്നസ് ബുക്കിന് വേണ്ടി ചെണ്ടകൊട്ടി പേർ ചേർക്കപ്പെട്ട JK സതീഷ് അവറുകൾ, പനമ്പണ്ണൻ മനോഹരനാശാൻ, ഗുരുവായൂർ കണ്ണനാശാൻ, കലാമണ്ഡല രതീഷാശാൻ, ഇങ്ങനെ പ്രശസ്തരായ വ്യക്തികളുടെ കീഴിൽ ഞാൻ ചെണ്ട അഭ്യസിക്കുവാൻ ഇടയായി തീർന്നു. തിരുവനന്തപുരത്ത് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഏകദേശം 18 വർഷം വരെയും അവിടുത്തെ വിളക്ക് പൂജയ്ക്ക് ചെണ്ട കൊത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ കരങ്ങളിൽ എടുക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല. എങ്കിലും ദൈവം എന്നെയും തിരഞ്ഞെടുത്ത വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ വളരെയധികം സ്തുതിക്കുകയാണ്. എങ്ങനെയാണ് ഈ അനുഭവത്തിലേക്ക് വന്നതെന്ന് മാത്രമെന്ന് പറഞ്ഞ് വായിച്ച തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇനി ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലം പറഞ്ഞാൽ മാത്രമേ എൻ്റെ സാക്ഷ്യത്തിൻ്റെ മുന്നോട്ട് എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, കേരളത്തിനകത്ത് 14 ജില്ലകളുണ്ട്. 14 ജില്ലകളുടെ തലസ്ഥാന നഗരമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ട്രിവാൻഡ്രം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം 11.5 ഏക്കർ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചെങ്കച്ചുള്ള കോളനി. അറിയാമെന്നുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരിക്കുന്ന മുതിർന്ന മാതാപിതാക്കന്മാരുടെ കരത്തിൽ ഈ മൈക്രോഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ദീർഘവർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ചെങ്കച്ചുള്ള അവസ്ഥകൾ ഞാൻ പറയുന്നതിനേക്കാളും ആവേശത്തോടെ ഇവരൊക്കെ പറയും. എങ്കിലും അവസരം എൻ്റെതായതുകൊണ്ട് 1-2 വാക്കുകളിൽ പറയട്ടെ. ദീർഘവർഷങ്ങൾക്ക് മുമ്പേ പട്ടാപ്പകല് പോലും പോലീസുകാരന്മാർ കയറുവാൻ ഭയന്നു പറച്ച ഒരു സ്ഥലമായിരുന്നു ചെങ്കച്ചുള്ള കോളനി. മാറിയും തിരിഞ്ഞു ഭരിച്ച ഭരണകൂടത്തിന് ചെങ്കച്ചുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ 3 മുറകൾക്ക് ചെങ്കച്ചുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനു പറയാൻ, കോടതിയുടെ ഒരു നിയമത്തിന് പോലും ചെങ്കച്ചുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സന്ധ്യസമയമാകുമ്പോൾ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥത്തിൻ്റെയും അടിമത്തം ജീവിതം നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുകയും കടാരകളും വാളുകളും കൂട്ടിമുട്ടുന്ന ഭയാനകമായിരിക്കുന്ന ചെങ്കച്ചുള്ള, എന്തിനു പറയാൻ, മാറത്തടിച്ച് നിലവിളിക്കുന്ന മാതാപിതാക്കന്മാരുടെ ചെങ്കച്ചുള്ള. ഈ ചെങ്കച്ചുള്ള നോക്കി സമൂഹമൊക്കെയും ഒരേ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞ പദം ഇങ്ങനെയാണ്: ഒരിക്കലും ചെങ്കച്ചുള്ളയിലുള്ള തലമുറകൾ നന്നാവത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞ സ്ഥാനത്ത് പാവപ്പെട്ട സുവിശേഷകന്മാർ ലഘുലേഖയും ദൈവത്തിന്റെ വചനങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി തെരിക്കോണുകളിലൂടെ ഇറങ്ങി സുവിശേഷത്തിന്റെ വക്താവായി നിന്നുകൊണ്ട് സുവിശേഷത്തെ പറയുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നന്നാവത്തില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്മാരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ ആവേശത്തോടെ വിളിച്ചു പറയാം, ഇന്ന് സന്ധ്യ സമയത്താണ് ഈ ചെങ്കച്ചുള്ളയുടെ തെരുവീതിയിലൂടെ നിങ്ങൾ നടക്കുന്നതെങ്കിൽ മദ്യത്തിന്റെ ലഹരി പിടിച്ച് കടാരകളും വാളുകളും കൂട്ടിമുട്ടുന്ന ശബ്ദമല്ല മുഴങ്ങുന്നത്. മാറത്തടിച്ച് നിലവിളിക്കുന്ന മാതാപിതാക്കന്മാരുടെ ശബ്ദമല്ല മുഴങ്ങുന്നത്. നേരെ മറിച്ച് ഓരോ ഭവനത്തിന്റെ അകത്തളങ്ങളിലും തമ്പെറടിച്ചും കരങ്ങൾ കൂട്ടിയടിച്ച് ദൈവത്തിനെ ആരാധിക്കുന്ന കൂട്ടത്തെ ചെങ്കച്ചുള്ള കോളനിക്കകത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാനിടയെ തീർന്നു. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാർത്ഥതയോടെ അഭിഷേകത്തോടെ ഒന്ന് ആരാധിച്ചാട്ടെ. ആത്മാവിന് ഞാനൊരു പ്രവചനം വിളിച്ചു പറയാം. പട്ടണത്തിന് വേണ്ടി നിടുവിൽ നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഒരുവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പട്ടണത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. ആത്മാർത്ഥതയോടെ വിളിച്ചു പറയട്ടെ, ഇന്ന് ഹാലിലെ പകൽക്കാലം ഹാലിലെ ദേശത്തിന് വേണ്ടി കരയുന്ന ചില മാതാപിതാക്കന്മാരുടെ ഹാലിലെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ മറുപടി, ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ പകൽക്കാലം ഈ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറാൻ വേണ്ടി പോകുകയാണ്.
യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ നാളുകളിൽ വരെയും നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ദേശത്തിന്റെ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചില കുടുംബങ്ങളിൽ, ചില തലമുറയിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. ഒരു പക്ഷേ നിന്റെ തലമുറ ഇന്ന് അതിന് മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തം ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, ദൈവത്തിന്റെ കൃപയിൽ ഇല്ലാത്ത വ്യക്തിയായിരിക്കാം, മാനസാന്തരം ഹാനനി വന്നുപോലും ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില പിന്മാറ്റക്കാരെ പോലും മടക്കി കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചലിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് ഹാനനി പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രാർത്ഥന ദേശത്തെ ചലിപ്പിക്കാൻ പോകുക. ചലിപ്പിക്കുന്ന പ്രാർത്ഥന, ചലിപ്പിക്കുന്ന പ്രാർത്ഥന, ചലിപ്പിക്കുന്ന പ്രാർത്ഥന. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് പകൽക്കാലം ചലിപ്പിക്കുന്ന പ്രാർത്ഥന. അതിൽ ചലനമറ്റ് കിടക്കുന്ന ചില തലമുറകളെ ചലിപ്പിക്കുന്ന പകൽക്കാലമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുക. പ്രാർത്ഥിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. അവന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചലിക്കുകയാണ്. ആരുടെയൊക്കെ പ്രാർത്ഥനയുടെ മറുപടിയുടെ സീസൺ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓപ്പൺ ആക്കുകയാണ്. ഓ റബ ശകദുനാന ഘടക ശബ്ദനാന ബൗഡന ഗർഥനാന വിശ്വാസമുള്ള കരങ്ങൾ ഉയർത്തിയാമേൻ പറഞ്ഞാട്ടെ. വേഗത്തിൽ ഞാൻ വരട്ടെ. അങ്ങനെ ഒരു കോളനിക്കകത്താണ് ഞാനും ജനിച്ചു വളർത്തപ്പെടുവാനിടയായി തീർന്നത്. ഒരു കാലഘട്ടത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ജീവിതം ഞാൻ നയിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഈ മദ്യവും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളും എന്നെ കൊണ്ട് എത്തിച്ചത് ഹാലിലെ ജയിലറകളിലായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ കാലിൽ കൃത്യം 18ാമത്തെ വയസ്സ് പൂർത്തീകരിച്ച സമയത്ത് ഹല്ലേലൂയ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് 307 വകുപ്പ് പ്രകാരം തിരുവനന്തപുരത്തുള്ള അട്ടക്കുളങ്ങരയിലുള്ള ജയിലിലേക്ക് എന്നെ കൊണ്ടുപോയി അടച്ചുപൂട്ടുവാനിടയായി തീർന്നു. ഒരു പക്ഷേ ഇന്ന് ആ ജയിലിനെ അറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ പേരിലാണ്. ആ സ്ത്രീയുടെ പേരാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന സ്ത്രീ. ഒരുപക്ഷെ ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അതിൻ്റെ കൂടെ ഒരു ലേബലും കൂടെ ചേർത്ത് പറഞ്ഞ ചിലർക്കെങ്കിലും മനസ്സിലാവും. കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ പേരിലാണ് ഇന്ന് ആ ജയിൽ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഏരിയയിൽ റൂറൽ ജയിലായിരുന്നു. അതിൻ്റെ ആദ്യത്തെ പ്രവേശനം എനിക്ക് അവിടെയായിരുന്നു. വെച്ചടി കയറ്റമെന്ന് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷൻ, കോടതി മുറികൾ, ജയിലറകളായിട്ട് എൻ്റെ ജീവിതം മറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അനവധി കേസുകളിൽ പെട്ട എൻ്റെ ജീവിതത്തിനകത്ത് 2011 മാർച്ച് മാസം 12-ാം തീയതി ചെങ്കൽച്ചുള്ള കേന്ദ്രീകരിച്ച് ഒരു കൊലപാതകം നടക്കുവാനിടയായി തീർന്നു. അങ്ങനെ 6 പ്രതികൾ സംഘർഷണത്തിൻ്റെ ഇടയ്ക്ക് ഉപദ്രവം കിട്ടിയത് കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അനന്തരം ഡോക്ടർമാർ വന്ന് പരിശോധിച്ചിറങ്ങിയ ഉടൻ തന്നെ അവിടുത്തെ വാർഡന്മാർ കാണാതെ ഹോസ്പിറ്റലിന്റെ പുറകുവശം വഴി ഞാൻ ഇറങ്ങി അടുത്തുള്ള മദ്യശാലയ്ക്കകത്ത് കയറി ഒരു കുപ്പി മദ്യം വാങ്ങിച്ച് അടുത്തുള്ള തട്ടുകട കയറി ദോശയും ബീഫെല്ലാം വാങ്ങിച്ച് ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ പുറകിൽ പിടിപ്പിച്ചിരിക്കുന്ന മരത്തിന്റെ ഒരു ചോട്ടിൽ പോയിരുന്ന് ഇത് കഴിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പേർ ചാടി കടന്നു വന്നെന്റെ ഷർട്ടിനെ പിടിക്കുവാനിടയായി തീർന്നു. ഉടൻ തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ജീപ്പ് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. എനിക്ക് മനസ്സിലായി ഇത് പോലീസുകാരന്മാരാണെന്ന്. ഉടൻ തന്നെ അന്ന് രാത്രി തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിന്റെ അടുക്കലുള്ള കൺട്രോൾ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. പല പ്രാവശ്യവും മദ്യത്തിന്റെ ലഹരിയിൽ പോലീസുകാരന്മാരെ പിടിച്ചിട്ടുള്ള സമയത്തൊക്കെയും അടുത്ത പ്രഭാതത്തിൽ മാത്രമേ വിട്ടിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കി ഞാൻ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഓഫീസ് മുറിയുടെ സൈഡിൽ കിടന്ന് ഉറങ്ങുവാനിടയായി തീർന്നു. അടുത്ത പ്രഭാതമായപ്പോൾ ഒരു കൂട്ടം പോലീസുകാരന്മാർ കയറി വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചുണർത്തി, പ്രശാന്തേ എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ടൊരു പോലീസുകാരൻ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ രാത്രിയിൽ സംഘർഷണത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ കൊത്തിയവൻ മരിച്ചുപോയി.
പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഹൃദയത്തിനകത്ത് വളരെയധികം ഭാരവും പ്രയാസവും ഭയവും കടന്നു വരുവാനിടയെ തീർന്നു. ഹല്ലേലൂയ. ഉടൻ തന്നെ പോലീസുകാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഉടുവസ്ത്രമല്ല ഊരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉടുവസ്ത്രമല്ല ഊരി മാറ്റി വെച്ചതിന് ശേഷം അതിന് പ്രത്യേകം ഒരു സെല്ലിനകത്തേക്ക് എന്നെ കൊണ്ടുപോയി അടച്ചു പൂട്ടുവാനിടയെ തീർന്നു. അല്പസമയം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ബക്കറ്റ് നിറയെ ഞാൻ കിടക്കുന്ന മുറിക്കകത്ത് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിടുവാനിടയായി തീർന്നു. എന്നിട്ട് പ്രത്യേകം ഫ്രീസ് ചെയ്ത അയസ് കട്ടകൾ ഞാൻ കിടക്കുന്ന മുറിക്കകത്ത് കൊണ്ടുവന്ന് അടിച്ചു പൊട്ടിച്ചിട്ടു. എന്തിനെന്നറിയാമോ? ഉടുവസ്ത്രം പോലും ഇല്ലാതെ ശരീരം മുഴുവനും തണുത്തു മരവിച്ചു വരുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന പോലീസുകാരന്മാരെല്ലാം എന്നെ മൃഗയമായി വന്ന് ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങി. നമുക്കറിയാം, ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത്. പക്ഷെ 6 ദിവസം വരെയും ആ ലോക്കപ്പ് മുറിക്കകത്തിട്ട് എന്നെ മൃഗയമായി ഉപദ്രവിക്കാൻ തുടങ്ങി. 1-ാം ദിവസം കഴിഞ്ഞു പോയി, 2-ാം ദിവസം കഴിഞ്ഞു പോയി, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം പ്രഭാതം 2 മണിയായപ്പോൾ ഏകദേശം 12 പോലീസുകാരന്മാർ ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് കയറി വരുവാനിടയെ തീർന്നു. എന്നിട്ട് ഉടുവസ്ത്രം പോലും ഇല്ലാതെ എന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്റെ കഴുത്തിന്റെ ഈ ഭാഗം തുടങ്ങി പാദത്തിന്റെ അടിപാദം വരെയും മാരകമായിട്ടുള്ള ചൂടിൽ വെച്ച് ശരീരം മുഴുവനും അടിച്ചു പൊട്ടിക്കുവാനിടയെ തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം പഴയ റേഷൻ കടയിലേക്ക് ഉപയോഗിക്കുന്ന പഞ്ചസാര അളക്കാനും ഗോതമ്പ് അളക്കാനും അരി അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന 5 കിലോ ഭാരം വരുന്ന ഒരു പടിയെടുത്ത് നിലത്തൊരു തോർത്തിട്ടതിന് ശേഷം ഇതിനടുത്ത് അകത്ത് വെച്ച് ചുറ്റിക്കെട്ടി കുനിച്ചു നിർത്തി എന്റെ നട്ടടിനെ അടിച്ചു പൊട്ടിക്കുവാനിടയെ തീർന്നു. കഴിഞ്ഞില്ല. എന്നിട്ട് അന്നത്തെ എസ് ഐ ആയിരിക്കുന്ന സന്തോഷ് കുമാർ സാറ് ഒരു പ്ലാസ്റ്റിക് ചെയർ കൊണ്ടുവന്ന് സെല്ലിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, പ്രശാന്തേ, കാലിന്റെ ഭാഗം അകത്തോട്ട് കയറി കിടക്കാൻ പറഞ്ഞു. എന്നെ കയറ്റി കിടത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞു തിരിഞ്ഞു കിടക്കാൻ. എന്നെ തിരിച്ചു കിടത്തിയതിനു ശേഷം എന്ത് ചെയ്തെന്നറിയാമോ? സന്തോഷ് കുമാർ സാറ് എന്റെ തലമുടിയെ കൂട്ടിപ്പിടിച്ചു വലിച്ചെടുത്തിട്ട് ലാടം വെച്ച ബൂട്ടിന്റെ അടിഭാഗം വെച്ച് നടുക്കുറുക്കിനെ ചവിട്ടി ഒടിച്ച് പഞ്ചസാരയും കലക്കി തന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ പദം ഇങ്ങനെയാണ്, പ്രശാന്ത്, നീ 25 വയസ്സ് പൂർത്തീകരിക്കത്തില്ല, എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ 35ാമത്തെ വയസ്സ് പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ വരെ കഴിച്ച ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കൊണ്ടല്ല പ്രശാന്ത് നിൽക്കുന്നത്, ദൈവത്തിന്റെ കൃപയാണ്. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ചേർത്തടിച്ച് ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, നമ്മൾ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ഹല്ലേലൂയ. ഇന്നലെ വരെ കഴിച്ച ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കൊണ്ടല്ല ഇതിനകത്ത് നിങ്ങൾ നിൽക്കുന്നത്. നോക്കണമേ, 4ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ പകൽക്കാലം ഹല്ലേലൂയ ഭക്ഷണത്തെ വെടിഞ്ഞ് ഒരു കൂട്ടറിനകത്ത് ചങ്കും നെറ്റിയും കൊടുത്ത് നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷ പറഞ്ഞ് ആ ദൈവത്തെ സ്തുതിച്ചാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. കോവിഡ്-19 എന്ന മഹാമാരി ലോകം മുഴുവനും വ്യാപരിച്ച സമയത്ത് അയൽവാസിയും മരിച്ചു, കൂടപ്പുറപ്പുകളും മരിച്ചു, 5 വയസ്സുകാരനും മരിച്ചു, 89 അമ്മാമയും മരിച്ചു. എന്നാൽ 2024 എന്നെയും നിങ്ങളെയും കാണിക്കില്ല എന്ന് വെല്ലുവിളിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. മരണത്തെ മുഖാമുഖമായി കണ്ടവർ പോലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ 2024 ദൈവത്തിനെ ആരാധിക്കുവാൻ ചെയ്ത കൃപകളെ ഓർത്തുകൊണ്ട് ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ആമേൻ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ഞങ്ങൾ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. സ്തോത്രം. സന്തോഷ് കുമാർ സാറ് എനിക്കിട്ട ഏജ് ആയിരുന്നു, 25 വയസ്സ് പൂർത്തീകരിക്കത്തില്ല, എന്നാൽ 35ാമത്തെ വയസ്സ് പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സന്തോഷ് കുമാർ സാറ് മാറിയ ഉടൻ തന്നെ വീണ്ടും 4 പോലീസുകാരമ്മാമേ, ഒരു പോലീസുകാരൻ വന്ന് വലതേക്ക് പിടിച്ചു, വേറെ പോലീസുകാരൻ വന്ന് ഇടതേക്ക് പിടിച്ചു, വേറെ 2 പോലീസുകാരന്മാർ വലതുകാരനും ഇടതുകാരനും പിടിച്ചെന്നെ തൂക്കിയെടുത്തു.
എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തൊട്ടിലിട്ട് ആട്ടുന്നത് പോലെ ആട്ടുവാൻ വേണ്ടി തുടങ്ങി. ആട്ടി ഫോഴ്സ് കൂടി എവിടെ തന്നെ എന്നെ ചെവിരോട് വലിച്ചെറിഞ്ഞു. അടികൊണ്ട് നിലത്തി വീഴുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാനൊരു സത്യം വിളിച്ചു പറയാം, ഞാനൊരു ദൈവ ശബ്ദം കേട്ടു. പക്ഷെ അന്ന് ദൈവശബ്ദം കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ള പ്രതികളെല്ലാം വൃത്തിഹീനമാക്കിയിട്ടിരിക്കുന്ന ബാത്റൂമിനകത്ത് കയറി, കക്കൂസിനകത്ത് കയറി, ഉടുവസ്ത്രം പോലും ഇല്ലാതെ മുഴങ്കാലും അടക്കി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ സേവിച്ചിരുന്ന ദേവന്മാരെ ദേവിമാരെ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. സർവധർമ്മം പരിത്യജ മാമേഹം ശരണം പ്രജ അഹം സർവ പാപിഭ്യം മോഷിഷ്യ നിമാംസുജ. സകല പാപത്തെയും ക്ഷമിക്കുന്ന ദേവന്മാരെ ദേവിമാരെ, ഈ കാരാഗൃഹത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും എന്നെ വന്ന് വിടുവിക്കണമേ. ഒരാശ്വാസവും കിട്ടുന്നില്ല, ഒരു സമാധാനവും കിട്ടുന്നില്ല. ഞാൻ ചിന്തിച്ചു, മാതാപിതാക്കന്മാരോട് ചെയ്ത കൃത്യമാണോ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത്? ഗുരുക്കന്മാരോട് ചെയ്ത കൃത്യമാണോ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നെന്ന് പറഞ്ഞു ഒത്തിരി മന്ത്രങ്ങൾ ഉരുവിടാൻ വേണ്ടി തുടങ്ങി. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരംബ്രഹ്മ തസ്മയ ശ്രീ ഗുരുവേ നമഃ. ഗജാനന ഭൂത ഗണാതിസേവിതം കവിത്ത ചൊമ്പൽ വരസാര പക്ഷിതം ഉമാസുത ശോക വിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദമംഗജമെന്ന് പറഞ്ഞിട്ടും ഒരാശ്വാസവും കിട്ടുന്നില്ല. പിന്നെ ഞാൻ മന്ത്രം പറയുന്നത് നിർത്തി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, എന്റെ ദൈവമേ ഇതിനകത്ത് നിന്നും എന്നെ ഒന്ന് വിടിവിക്കണമേ. അത് ഹൃദയത്തിന്റെ നുറുക്കത്തോടുള്ള നിലവിളിയായിരുന്നു, ഹൃദയത്തിന്റെ വേദനയോടുള്ള നിലവിളിയായിരുന്നു. പ്രശാന്ത് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നതിന് ദൈവം ഇന്ന് പകൽക്കാലമോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹൃദയത്തിന്റെ നുറുക്കത്തോടെ കരയുന്ന ഏതൊക്കെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിന്റെ അവസ്ഥകൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവ ശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. കരയുന്ന ചില വിഷയത്തിന്റെ നടുവിൽ അത്ഭുതകരമാകുന്ന ദൈവ പ്രവൃത്തികൾ, നിന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ മാറ്റിമറിക്കുന്ന നിലവാരത്തിൽ ഒരു ദൈവ പ്രവൃത്തി. ആലിന് കൂടപ്പുറപ്പുകൾ നിന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാല്, ആലിന് ജനിപ്പിച്ച അപ്പൻ അമ്മമാർ നിന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാല്, യഹോവയായ ദൈവം പറഞ്ഞു, കണ്ണുനീരിന്റെ നടുവിൽ മറുതലിക്കുന്നൊരു ദൈവമല്ല, കണ്ണുനീരിന്റെ നടുവിൽ കാണാതെ പോകുന്നൊരു ദൈവമല്ല, നിന്റെ പക്കൽ സമീപസ്ഥനായ ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് യേശു. വിശ്വസിക്കുന്ന രാമേ പറഞ്ഞു, ഇന്ന് നീ കരഞ്ഞതിന്റെ, നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടിയുടെ ദിവസമാണ്. ഓ, ദിസ് ഈസ് യുവർ ഡേ ഓഫ് മിറാക്കിൾ. ഇത് നിന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്. ദിസ് ഈസ് യുവർ ടൈം. ഇത് നിന്റെ സമയമാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോ, ആരാധിക്കുന്നവർ ആരാധിച്ചോ. ഇന്ന് പകൽക്കാലം 4ാമത്തെ ദിവസം ദൈവം നിന്റെ വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അത്ഭുതകരമാകുന്ന ദൈവിക പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നിലവാരത്തിൽ ദൈവശക്തി, ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. O Rama Sheke Tanara Gadaga Shabanagudana, Ardanagudana Gadaga Shamdare Dunana, Baudarigatana Gadaga Shamdare Dunana, Baudarigatane, Yeshivin the Namatil, Arudaka Chanitra Mari Marayuna the Bole, Walia Sathara Magunda, Deva Sanitum, in the Pagakalam Dinda Kutubatanaga Chalipice, Alele Dinda Kutubate, Alia Andia by Bendicha Bendangal, Yeshivin the Namatil, in the Pagakalama Ariate, and Arijumarate. Adayete, Yeshivin Nabate. O Rabashegade, O Rabashege, Ragatana Regeshege, Natedi Pogaville, Yenetedi Vandaraya, Natedi Pogaville. என்னை தேடி வந்தாரையா எந்தன்னே சுவே எந்தன்னே சுவே எந்தன்னே சுவே എന്തന്നേ സുവേ ആ കരങ്ങൾ ഉയർത്തി നാമം പറഞ്ഞാട്ടെ ഹല്ലേലൂയ നമ്മൾ തേടിപ്പോയതല്ല നമ്മെ തേടി വിടുന്നത് ദൈവം വഴിയൊരുക്കും അവനാഴികളിൽ
വലങ്കയ്യാൽ പീഡിച്ചെന്നെ വഴിയൊരുക്കും അവരാഴികളിൽ വലങ്കയ്യാൽ പീഡിച്ചെന്നെ വഴി നടത്തും. നിന്റെ മുമ്പിൽ വാതിലുകൾ പലതും അടങ്ങിടിലും വല്ലഭൻ പുതുവഴി. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കൂ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ. പറഞ്ഞാണ്ട് പാടി ആരാധിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ മുമ്പിൽ സമയം അനിവാര്യമല്ലല്ലോ. വേഗത്തിൽ വരട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ആ നിലവിളി സ്വർഗം കേട്ടു. ആമേൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതമെന്ന് പറയട്ടെ, 6ാമത്തെ ദിവസം പോലീസുകാരന്മാർ തീരുമാനിച്ചു എന്നെ റിമാൻഡ് ചെയ്ത് ജയിലിലടയ്ക്കാൻ. വീണ്ടും തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി. കൊണ്ടുപോയി ഡോക്ടർമാരുടെ മുമ്പിൽ ഇരുത്തി. പ്രൈസ് ദി ലോർഡ്. പോലീസുകാരന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്: സംഘർഷണത്തിന്റെ ഇടയ്ക്ക് കിട്ടിയ ഉപദ്രവം മാത്രമേ പ്രശാന്തിന്റെ ശരീരത്തിനകത്തുള്ളൂ. പോലീസുകാരന്മാർ തൊട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഒരു മെഡിക്കൽ റിപ്പോർട്ടും തയ്യാറാക്കി. ഹല്ലേലൂയ. നേരെ വഞ്ചൂരുള്ള കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. അവിടെ നിന്ന് റിമാൻഡ് പത്രം വാങ്ങിച്ച് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള സെൻട്രൽ ജയിലിന്റെ സ്പെഷ്യൽ ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. വലിയ മതിൽക്കെട്ടും കണ്ടുകൊണ്ട് തലകുനിച്ച് ജീപ്പിനകത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ആ ജീപ്പ് അവസാനം കൊണ്ട് നിർത്തിയത് ഇരുമ്പ് കവാടത്തിൻ്റെ മുമ്പിലായിരുന്നു. ആ ഇരുമ്പ് കവാടം എനിക്ക് വേണ്ടി തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പറയാൻ തുടങ്ങി, ഇനി എനിക്ക് പുറം ലോകം കാണുവാൻ കഴിയുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഉടൻ തന്നെ ജയിൽ അധികാരികൾ എന്നെ സ്വാഗതം ചെയ്ത് എങ്ങനെയാണെന്നറിയാമോ? നടയടിയോട് കൂടിയാണ്. ഈ നടയടി എന്ന് കേട്ടിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. നടയടി എന്ന് കേട്ടിട്ടുള്ളവർ. ഹല്ലേലൂയ. 1-2 വ്യക്തികളൊക്കെ കേട്ടിട്ടുള്ളൂ. അമ്മേ, ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇമ്പുള്ള കാര്യമാണ്. അതൊന്ന് അനുഭവിച്ചു നോക്കണം. നമ്മളെ തിരിച്ചു നിർത്തും. തിരിച്ചു നിർത്തി 2 കരം ഉയർത്തിപ്പിടിക്കണം. മൂക്കിന്റെ തുമ്പ് ഭാഗം ചെവരോട് ചേർത്ത് വെക്കും. എന്നിട്ട് നട്ടന്റെ ഭാഗത്തോട്ട് 3 അടി അടിക്കും. ഈ 3 അടി അടിക്കുമ്പോഴും കരമെടുക്കാനും പാടില്ല. ചെവരോട് ചേർന്ന് നിൽക്കുന്നത് മാറാനും പാടില്ല. 1ാമത്തെ അടി അങ്ങോട്ട് ആഞ്ഞടിച്ചു, ഞാൻ തകർന്നു പോയി. 2ാമത്തെ അടിയും ആഞ്ഞടിച്ചു, ഞാൻ നിലത്ത് കുഴഞ്ഞു വീണു. പിന്നെ അവർക്ക് എന്നെ അടിക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. കുഴഞ്ഞു വീണ് കിടക്കുന്ന എൻ്റെ അരികിലേക്ക് 2 ഉദ്യോഗസ്ഥന്മാർ വന്ന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എന്നെ തൂക്കി പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ചില വസ്തുക്കൾ എൻ്റെ കരുത്തിൽ കൊണ്ടുവന്ന് തന്നു. ഒരു കീറിയ പായും ഒരു പ്ലേറ്റും ഒരു മൊന്തയും ഒരു ഗ്ലാസും. ഇതിനെയും തൂക്കിപ്പിടിച്ച് നടക്കാൻ പോലും കഴിയാതെ 2 ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി അഡ്മിഷൻ സെല്ലിലേക്ക് എന്നെ കൊണ്ടുപോയി അടച്ചുപൂട്ടി. അടുത്ത പ്രഭാതമായപ്പോൾ 10 മിനിറ്റോളം കുളിക്കുവാൻ വേണ്ടി പോലീസ് അധികാരികൾ സമയം തന്നു. വെറും അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ജയിലിന്റെ തെരുവീതിയിലൂടെ കുളിക്കുവാൻ വേണ്ടി നടന്നു പോകുമ്പോൾ ഒത്തിരി പ്രതികൾ കൂക്ക് വിളിച്ച് പരിഹസിച്ചു, ചീത്ത പറഞ്ഞു. കുളിച്ചിട്ട് നടക്കാൻ പോലും കഴിയാതെ പയ്യെ നടന്നു വരുമ്പോൾ ഒരപ്പച്ചൻ വിളിച്ചു, മോനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. പയ്യെ അടുത്തേക്ക് നടന്നു ചെന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ ഉടുവസ്ത്രം ഒന്ന് കൊണ്ടുവന്നിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഉടുവസ്ത്രമെല്ലാം പോലീസുകാരന്മാർ കീറിക്കളഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു കീറിയ കയ്യിൽ എനിക്കെടുത്ത് തന്നു. അതും എടുത്തുകൊണ്ട് ഞാൻ ജയിൽവാസം ആരംഭിക്കുവാൻ വേണ്ടി തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ചില ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞു പോയി, ചില മാസങ്ങൾ കഴിഞ്ഞു പോയി. എല്ലാം ഹല്ലേലൂയ തകർക്കപ്പെട്ടവനായി പൈശാചിക മണ്ഡലങ്ങൾ ആ കാരാഗൃഹത്തിനകത്തളങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഒതുക്കി കൂട്ടി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അതിനകത്ത് നിന്ന് കിട്ടുന്ന ചപ്പാത്തിയുടെ പൊടി ശരീരത്ത് പതിച്ച് ഹല്ലേലൂയ അത് അലർജിയായി മാറി. ശരീരത്ത് മുഴുവനും വ്രണം വരാൻ തുടങ്ങി. അത് കണ്ണിൽ ബാധിച്ചു, ഉറങ്ങാൻ പറ്റുന്നില്ല. നാക്കിൽ ബാധിച്ചു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, സാറേ എന്നൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ശരീരം മുഴുവനും വ്രണമാണ്.
ഹാലലി അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. ചില ദിവസവും കൂടെ കഴിഞ്ഞപ്പോൾ ഈ വ്രണങ്ങളെല്ലാം പൊട്ടി ശരീരത്തിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി. വീണ്ടും ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കേട്ട ഭാവം പോലും നടിച്ചില്ല. ഹാലലി ഞാൻ കിടന്നിരുന്ന ആ സെല്ലിനകത്ത് മറ്റു 16ഓളം പ്രതികളുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ സ്മെല്ല് കാരണം ഇവർക്കും എൻ്റെ അടുത്ത് വരാൻ കഴിയാത്ത സാഹചര്യമായി മാറി. അന്നായപ്പോൾ ബാലരാമപുരം പകാരനായിരിക്കുന്ന പ്രൈസലോട് വിൽസൺ സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് വാർഡനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ പ്രശാന്തിനെ ഇനി ഈ സെല്ലിനകത്ത് കിടത്താൻ പറ്റത്തില്ല, ഇവന്റെ ശരീരം മുഴുവനും സ്മെല്ലാണ്, ഇവന്റെ അടുക്കലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഇവനെ ഈ സെല്ലിൽ നിന്നും മാറ്റണമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയായപ്പോൾ വിൽസൺ സാർ വന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പ്രശാന്ത് എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് നിന്റെ പ്ലേറ്റും നിന്റെ പായും കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറേ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞത് നിന്നെ മറ്റൊരു സെല്ലിലേക്ക് അടയ്ക്കുവാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. ആ സെല്ലിനെ പോലീസ് അധികാരികൾ വിളിക്കുന്ന പേരാണ് ഒറ്റപ്പെട്ട സെല്ല്. ഒരുപക്ഷെ ചില മാസങ്ങൾക്ക് മുമ്പേ പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ വായിച്ചതും അറിഞ്ഞ ഒരു വിഷയമായിരിക്കും ഈ ഒറ്റപ്പെട്ട സെല്ലെന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച്. ഹാലലിയ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടർ, വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കാപാലികനായിരിക്കുന്ന ഒരു അധ്യാപകൻ ഹോസ്പിറ്റലിനകത്ത് കയറി കുത്തി കൊലപ്പെടുത്തുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന്റെ മാനസിക നില തിരിച്ചറിയുവാൻ വേണ്ടി അടച്ചുപൂട്ടിയ സെല്ലാണ് ഒറ്റപ്പെട്ട സെല്ല്. ആ സെല്ലിനകത്ത് എന്നെ കൊണ്ടുപോയി അടച്ചുപൂട്ടുവാനിടയായി തീർന്നു. അതിനകത്ത് കടന്ന് ഞാൻ വാവിട്ട് വിളിക്കുവാൻ വേണ്ടി തുടങ്ങി, ഒത്തിരി കരയുവാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയ. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കടന്ന് ഭ്രാന്തി പിടിക്കുന്ന ഒരു അവസ്ഥയായി എൻ്റെ ജീവിതം മാറി മറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത്. ദൈവ ശബ്ദമൊന്നുമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. ജയിലിന്റെ തെരുവീതിയിലൂടെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആലലി ഇങ്ങനെ അടിച്ചടിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇങ്ങനെയാണ്, പള്ളി 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 പള്ളി. സഹോദരൻ പറഞ്ഞേ, ഇത് കേട്ടോടെ ഞാൻ ശ്രദ്ധിച്ച് നോക്കുവാൻ വേണ്ടി തുടങ്ങി. ഉടൻ തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, മറ്റുള്ള സെല്ലുകളിൽ നിന്നും പ്രതികൾ വരിവരിയായി ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ മടങ്ങി വരുന്നത്. മടങ്ങി വരുന്ന സമയത്ത് ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ എന്തിനാണ് ഈ പ്രതികളൊക്കെ ഹല്ലേലൂയ പുറത്തേക്ക് പോയത്? അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതിനകത്ത് പള്ളിക്കാർ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ പറഞ്ഞവർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അടുത്തത് എന്നോട് പറയുന്ന പദം ഇങ്ങനെയാണ്, ഇതിനകത്ത് പള്ളിക്കാർ വന്ന് നിങ്ങൾക്ക് വേണ്ടി വചനം പറഞ്ഞു തരും. അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ്, പള്ളിക്കാർ നിങ്ങൾക്ക് വേണ്ടി നല്ല പാട്ടുകൾ പാടിത്തരുമെന്ന് പറയുവാനിടയായി തീർന്നു. ഉടൻ തന്നെ എൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത തിളച്ചു മറിഞ്ഞു വന്നു. അടച്ചുപൂട്ടിക്കിടക്കുന്ന കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും ഒരു നിമിഷമെങ്കിലും പുറത്തിറങ്ങുവാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഞാനും ഇറങ്ങുമെന്ന് തീരുമാനിച്ചു. അല്പം കൊളോക്കിയ ലാംഗ്വേജ് ഉപയോഗിക്കട്ടെ. ആ സമയത്ത് ജയിലിനകത്ത് ബീഡി കയറ്റും. ഹാലലൂയ. ഇന്ന് ഈ സമയങ്ങളിലൊന്നും ബീഡി കയറ്റാറില്ല. ഞാൻ ഭയങ്കര ചെയിൻ സ്മോക്കർ ആയിരുന്നു, ഭയങ്കരമായിട്ട് ബീഡി വലിക്കുമായിരുന്നു അതിനകത്ത് കിടന്ന്. പക്ഷേ ഒറ്റപ്പെട്ട സെല്ലിനകത്തേക്ക് പോയപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീഡിയെല്ലാം തീർന്നു പോയി. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഹാലലൂയ, എൻ്റെ കൂട്ടുപ്രതികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന ബീഡി കൈമാറാം. പ്രൈസ് ദി ലോർഡ്. ആകാശം നന്നായിട്ടൊന്ന് കാണാം, വായു നന്നായിട്ടൊന്ന് ശ്വസിക്കാം എന്നുള്ള ചിന്തയിൽ എനിക്ക് ഹല്ലേലൂയ തിളച്ചു മറിഞ്ഞ വന്ന ചിന്ത ഇതാണ്, അതിനു വേണ്ടി പുറത്തിറങ്ങണമെങ്കിൽ ഒരു അവസരം വേണം. അങ്ങനെ പുറത്തിറങ്ങാനുള്ള ഒരു അവസരമായിരുന്നു പള്ളിക്കാരുടെ പ്രാർത്ഥന കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ഞായറാഴ്ച ആവാൻ വേണ്ടി കാത്തിരുന്നു. അതാ ഞായറാഴ്ച കടന്നു വന്നു. വീണ്ടും ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, പള്ളി 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 പള്ളി. ഞാൻ സാറേ ആ പള്ളിക്കാരുടെ കൂട്ടായ്മയിലേക്ക് എനിക്കും പോകണം. ഉടൻ തന്നെ അദ്ദേഹം വന്ന് എനിക്ക് ഇരുമ്പ് കവാട തുറന്നു തന്നു. എനിക്ക് ദൈവത്തിനെ ആരാധിക്കണമെന്നോ യേശുവിനെ സ്തുതിക്കണമെന്നോ ഒന്നുമല്ല എൻ്റെ ചിന്ത. ഹല്ലേലൂയ. എൻ്റെ ചിന്ത എൻ്റെ കൂട്ടുപ്രതികളോടൊന്ന് അല്പസമയം ചെലവഴിക്കണം, അവരെ കയ്യിലിരിക്കുന്ന ബീഡിയൊക്കെ കൈമാറണം. ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പോലീസ് അവിടുത്തെ ജയിൽ വാർഡൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ ഒരു കൂട്ടമുണ്ട്, ആ കൂട്ടത്തിൻ്റെ നടുവിൽ പോയിരിക്കരുത്, ഒരു സൈഡിൽ മാറിയിരിക്കണം. കാരണം എന്താണ്, കൂട്ടത്തിരുത്താൻ കൊള്ളൂലാത്തവൻ എൻ്റെ ശരീരം മുഴുവനും മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, പ്രത്യേകം ഒരു കൂട്ടം ഇങ്ങനെ കൂടിയിരിക്കുന്നു. അതിന്റെ നടുവിലായി പാവപ്പെട്ട 2 അപ്പച്ചന്മാർ നിൽക്കുന്നു. ഉടൻ തന്നെ ഞാനും ഒരു സൈഡിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുക, എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഉടൻ തന്നെ ഈ 2 അപ്പച്ചന്മാർ എഴുന്നേറ്റ് ആദ്യം പറഞ്ഞു, കണ്ണുകളെ മൂടാം, പ്രാർത്ഥിക്കാം. ഞാൻ നോക്കുന്ന സമയത്ത് അതിൽ ചില പ്രതികളൊക്കെ ആത്മാർത്ഥതയോടെ കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. ചില പെന്തക്കോസ്തേരോട് എത്ര കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നത് പോലെ ഞങ്ങൾ ചില പ്രതികളൊക്കെ കണ്ണ് തുറന്നു പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഉടൻ തന്നെ പാവപ്പെട്ട 2 അപ്പച്ചന്മാർ ഞങ്ങൾ പ്രതികളെല്ലാം ഹല്ലേലൂയ പ്രാർത്ഥിച്ച് അങ്ങോട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് ഒരപ്പച്ചൻ ഇരുന്നു, ഒരപ്പച്ചൻ ചാടി എഴുന്നേറ്റ് ഒരു ഗാനം ആലപിച്ചു. ഒന്ന് സ്വോത്രം പറഞ്ഞാട്ടെ.
ഞാൻ പാട്ടിൻ്റെ വരി പറയുമ്പോൾ അറിയാമെങ്കിൽ ഒന്ന് പാടിത്തരണം. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, എന്നിട്ട് ഒരപ്പച്ച ചാടി എഴുന്നേറ്റ് ഒരു ഗാനം ആലപിക്കുവാൻ വേണ്ടി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. കേരളത്തിനകത്ത് എത്ര ജയിലുകളുണ്ടോ ആ എല്ലാ ജയിലുകളിലും സന്ധ്യാസമയമാകുമ്പോൾ അതിനകത്ത് കിടക്കുന്ന പ്രതികളെല്ലാം പ്ലേറ്റിലും മൊന്തയിലൊക്കെ തട്ടിപ്പാടുന്ന ഒരേ ഒരു ഗാനം മാത്രമേ ഉള്ളൂ. ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനികളും ഒരുപോലെ പാടുന്ന ഒരേ ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഈ അപ്പച്ചൻ പാടാൻ വേണ്ടി തുടങ്ങിയത്. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനകത്തും വളരെയധികം സമാധാനവും സ്വാധീനം ചെലുത്തിയ പാട്ടിൻ്റെ വരികളായിരിക്കാം. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: പെറ്റമ്മ മറന്നാലും മറക്കാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ വർണ്ണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം. ആലംബമില്ലാതെ അലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ ആശ്വാസധാര വന്ന ക്രിസ്തുവിനെ വർണ്ണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം ഈ അപ്പച്ചൻ ഇങ്ങനെ പാടാൻ വേണ്ടി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡി മേജർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് പാടിയേ. മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ, ആലംബമില്ലാതലഞ്ഞപ്പോ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ആ കരങ്ങളെ നാമം പറഞ്ഞാട്ടെ. ഈ അപ്പച്ചൻ ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത്, ഞാൻ നോക്കുന്ന സമയത്ത് ചില പ്രതികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയെ ഒഴുകുവാൻ വേണ്ടി തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഈ അപ്പച്ചൻ്റെ അരികിലേക്ക് ഓടി ചെന്നിട്ട് ഈ അപ്പച്ചൻ്റെ മൂക്കിലിട്ടൊരു ഒറ്റ ഇടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പച്ചൻ്റെ ഹാലിൽ ഇടികൊണ്ട് അപ്പച്ചൻ്റെ മൂക്കിൽ നിന്നും രക്തം ധാരധാരയെ ഒഴുകുവാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഓടിക്കൂടി വന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെന്ന് ഓഫീസ് മുറിക്കകത്ത് കയറി ഒരു വെള്ളക്കടലാസിനെ തൂക്കിപ്പിടിച്ച് ഈ അപ്പച്ചൻ്റെ കരത്തിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, അപ്പച്ച ഇതിനകത്തേക്ക് ഒരു സൈൻ പതിപ്പിച്ചേക്ക്, ഒരു ഒപ്പ് പതിപ്പിച്ചേക്ക്, ഇവൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പേരിൽ ഒരു കേസും കൂടെ ഫിറ്റ് ചെയ്ത് ഇവനെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒപ്പ് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ് ആത്മീയ ജീവിതത്തിൽ എനിക്കൊരു ചവിട്ടുപടിയായി മാറുവാനിടയായി തീർന്നത്. ഒന്ന് സ്തോത്രം പറയുവാൻ കഴിയുമോ? നോക്കണമേ, ഇടികൊണ്ട് രക്തം ധാരധാര ഒഴുകുമ്പോഴും പോലീസുകാരന്മാർ കൊടുത്തിരിക്കുന്ന വെള്ളക്കടലാസിനെ ഞങ്ങൾ പ്രതികളെല്ലാം കാണുക ഉയർത്തിപ്പിടിച്ച് രണ്ടാട്ട് വലിച്ചു കീറി നിലത്തിട്ടിട്ട് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ്: ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. ആ കാര്യങ്ങൾ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. ഇടികൊണ്ട് രക്തം ധാരധാരയ ഒഴുകുമ്പോഴും പോലീസുകാരന്മാർ കൊടുത്തിരിക്കുന്ന വെള്ളക്കടലാസിനെ ഉയർത്തിപ്പിടിച്ച് ഹാലിൽ ഞങ്ങൾ പ്രതികളെല്ലാം കാണുക രണ്ടാട്ട് വലിച്ചു കീറി നിലത്തിട്ടിട്ട് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയാണ്: ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഹല്ലേലൂയ, മറ്റുള്ളവരെ ഉപദ്രവിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ച് കിടക്കുന്ന ഞങ്ങളെ പോലുള്ളവരെ തിരക്കി വരുവാൻ ഹൈന്ദവനോ മുസൽമാനോ പാരമ്പര്യ ക്രിസ്ത്യാനികളോ ഇല്ലാത്ത സ്ഥാനത്ത് പാവപ്പെട്ട സുവിശേഷകരല്ലാതെ അതിനകത്ത് കടന്നു വരുവാൻ ആരെയും കണ്ടില്ല. നോക്കണമേ, ഇടുകൊണ്ട് രക്തം ധാരധാര ഒഴുകുമ്പോഴും അവർക്ക് പറയാനുള്ള പദം ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ.
ഒന്നാമൻ പറഞ്ഞാട്ടെ. എന്തിന് പറയാ? ഈ പവിത്ര സുവിശേഷത്തിന്റെ വിളംബരത്തിന് വേണ്ടി എത്രയെത്ര രാജാക്കന്മാർ വിരോധമായി എഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചത് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി അവർ പദ്ധതിയിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നിയോഗത്തോട് ഞാൻ പറയാ, സുവിശേഷത്തിന്റെ സുവിശേഷ പ്രവർത്തനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ചിലതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ തൊടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന ഹല്ലേലൂയ. ചില സുവിശേഷ വിരോധികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറസ്റ്റ് ചെയ്യുന്ന ഉപവാസമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനെ അഭിഷേകം ചെയ്യുകയാണ്. ആമേൻ. കരങ്ങൾ ഉയർത്തുന്ന ആമേൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പേ കർണാടക ഹൂബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹല്ലേലൂയ ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നുപോയി. ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഹല്ലേലൂയ ദൈവസഭയുടെ അടുത്തൊരു ദൈവസഭയ്ക്കകത്ത് ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ പട്ടപ്പകൽ കയറി വന്ന് അവിടുത്തെ ദൈവദാസന്റെ കഴുത്തിനെ അറുത്ത് കൊന്നുകളയുവാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി കർണാടക ഹൂബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം നടക്കരുത്, സഭകൾ തുറന്ന് പ്രവർത്തിക്കരുത്. അതായിരുന്നു അവരുടെ അജണ്ടത. പ്രൈസ് ദി ലോർഡ്. കേൾക്കണോ? അന്ന് ആ വർഷം തന്നെ മരണപ്പെട്ടു പോയ ആ ദൈവദാസന്റെ മകൻ ആ സഭാ ശുശ്രൂഷ ഏറ്റെടുക്കുവാനിടയെ തീർന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നെറ്റിയും ചങ്ങും കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറഞ്ഞ് ദൂതിന് പ്രതികരിക്കും? യേശുവിന്റെ നാമത്തിൽ ഈ തലമുറകളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു. ശക്തമായ ഉണർവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു തീജ്വാലയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തലമുറകളെ അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ആത്മ പുറത്തു കൊണ്ടുവരാൻ പോകുക. പുതപ്പിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാല ചിലടമേ ദൈവത്തിന്റെ ആത്മാവ് കൈമാറിയ ഭയമില്ലാതെ നെറ്റിയും ചങ്കും കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനറേഷൻ യേശുവിന്റെ നാമത്തിൽ ഈ ദൈവസഭയ്ക്കകത്തു നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. Raba shege thana riba shege thana riba shaka thana raba uda raba shandabanathana gadagana dibala bauda regade യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ റബ ശഗദുരാന ഘടക ശന്തരെ എത്ര പേര് ആമേ പറയും? ഞാൻ ദൈവിക നിയോഗത്തോടെ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം പാസ്റ്ററെ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാരുടെ സീസൺ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഹല്ലേലൂയ. പ്രോസ്പിരിറ്റ് പറഞ്ഞ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ രഹസ്യങ്ങൾ മറയിട്ട് ഹല്ലേലൂയ ഒരു കൂട്ടം ഹല്ലേലൂയ കള്ളപ്രവാചകന്മാർ ദൈവസഭകളെ തെറ്റിക്കുമ്പോൾ, ദൈവസഭകളെ മുടിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഈ 4ാമത്തെ ദിവസം കള്ളപ്രവാചകന്മാർക്ക് വിരോധമായി ഒരു തലമുറയെ ഈ ദൈവസഭയ്ക്കകത്തു നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ജനറേഷൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ എക്സോഡസിനകത്ത് ഒരു പുറപ്പാടോടെ ഈ ദൈവസഭയ്ക്കകത്ത് തലമുറകൾ എഴുന്നേൽക്കട്ടെ. Riba shaka thana repe sheke thana riba reka thana repe udabanathana gadaganathana gadaga shamdabanathana baudaragade യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു എക്സോഡസ്, ഒരു പുറപ്പാട് ദൈവദാസന്റെ മേൽ കൈമാറാൻ പോകുക. പ്രാപിച്ചോ.
പ്രാപിച്ചോ. ഹല്ലേലൂയ. ആരൊക്കെയെ പ്രസംഗിച്ചതിന്റെ ബാക്കി പ്രസംഗിക്കാനല്ല, ആരൊക്കെയോ പ്രവചിച്ചതിന്റെ ബാക്കി പ്രവചിക്കുവാനല്ല. ദൈവദാസനെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ചിലത് നിന്നിലൂടെ പുതിയത് ചെയ്യുവാൻ, ചിലത് പുതിയത് ചെയ്യുവാൻ, ചിലത് പുതിയത് ചെയ്യുവാൻ ദൈവത്തിന്റെ നിയോഗത്തിന്റെ പുതപ്പ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറുകയാണ്. ഓ രാബശക ഥാന രാബശക തേനെ രേപേ 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 ദീഗശക ഥാന രാബശക ഥാന രേപേ രേകേ ഊടാ രാബശക ഥാന ഊ രാബശക ഥാന രഗടക ശബ്ദരെ കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ദൈവദാസന്മാരോട്, ദൈവസഭയോട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാനൊരു ദൂത് പറയാം. 21 ദിവസം, ഹല്ലേലൂയ, ചിലപ്പോൾ 21-ലധികം ദൈവദാസന്മാർ ഇതിനകത്ത് വന്ന് ശുശ്രൂഷിക്കും. അവർ വന്ന് പ്രവചിക്കും, അവർ വന്ന് പ്രസംഗിക്കും, അവർ വന്ന് വെളിപ്പാടുകൾ കൈമാറ്റം ചെയ്യും, അവർ വന്ന് ദർശനങ്ങൾ കൈമാറ്റം ചെയ്യും. എന്നാൽ ഞാൻ ആത്മാവിൽ ദൈവദാസനോട് പ്രവചിക്കുന്നു, ആ 21-നെയും കടത്തിവെട്ടുന്ന ഒരു പുതിയ നിയോഗം, 21-നെ കടത്തിവെട്ടുന്ന ഒരു പുതിയ നിയോഗം, യെസ്, ആർക്കുമില്ലാത്തൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ ചിലരുടെ മേൽ യെസ് യേശുവിന്റെ നാമത്തിൽ ആർക്കുമില്ലാത്ത ചില പുതിയ ഗിഫ്റ്റുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് ദൈവിക നിയോഗത്തോടെ പ്രാപിച്ചോ. തലമുറയിൽ വെളിപ്പെടട്ടെ, തലമുറകളിൽ വെളിപ്പെടട്ടെ. ഓ രാബശേബ രാബശേഗെ ഥാന രേബെ ഖേഗെ Riga Thana Riba Shege Thana Raba Riga Thana Riba Shege Thene Rebe Riba Shaga Thana Raba Kada Nara Riba Shege Thina Raba Shega Thana Abda Raba Shaba Raba Shege Thana Rege Thana Rebe Shebe Rebe 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 Oh Raba Shaba Raba 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 ആർക്കുമില്ലാത്ത പ്രത്യേകതകൾ, ആർക്കുമില്ലാത്ത പുതിയ കൃപാവരങ്ങൾ, ആരും പ്രവചിച്ചിട്ടില്ലാത്ത ചില പ്രവചനങ്ങൾ, ആരും കണ്ടിട്ടില്ലാത്ത ചില ദർശനങ്ങൾ, ആരും കണ്ടിട്ടില്ലാത്ത ചില വെളിപ്പാടുകൾ സ്വർഗം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കൈമാറട്ടെ. O Rabba Sheke Tanara Ganaganara Artanagadunara Shabdare Rapatana Rege Sheke യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ Rabba Sheke അഭിഷേകത്തിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ ആരംഭിക്കണം. ആമേൻ പറഞ്ഞേ ഒരു പക്ഷേ ഹാലലി 21-ൽ പരം ദൈവദാസന്മാരുടെ ലേബലിന്റെ താഴെ ആയിരിക്കാം നിന്റെ പേര് പതിഞ്ഞു കിടക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു, ഈ ദൂത് പിടിച്ചെടുത്തു. ആ 21 ഇല്ലാത്ത ചില പ്രവചന ശബ്ദം, ചില വെളിപ്പാടുകൾ, ചില ദർശനങ്ങൾ, പുതിയ നിയോഗം, പുതിയ അധികാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ പകലിൽ ആരിലൊക്കെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഒരിടത്തും പ്രവചിക്കാത്ത പ്രവചനമാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കറിയത്തില്ല, നിയോഗം പകരുക.
പാസ്റ്റർ ചിലപ്പോ 10 പേർക്ക് പാസ്റ്റർ പേരറിയത്തില്ല. ഈ നിയോഗം വെളിപ്പെടുമ്പോ 10 അല്ല, 100 അല്ല, 1000 അല്ല, ഹല്ലേലൂയ, ഭൂമിയിലെ സകല ജനത്തോടും നിന്റെ പേരിനെ വലുതാക്കുവാൻ നിലവാരത്തിൽ ദൈവിക നിയോഗത്തിന്റെ പുതപ്പിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം കൈമാറുക. യേശുവിന്റെ നാമത്തിൽ നീ ഒരു വ്യത്യസ്തനായി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസ പ്രാർത്ഥന ഞാൻ പറയാം. ഇന്ന പേരുകൾ ആദ്യം ദൈവദാസം ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ നോക്കാറുണ്ട്. ഇന്ന ദൈവദാസന്റെ ക്വാളിറ്റി, ഇന്ന ദൈവദാസന്റെ ശുശ്രൂഷയൊക്കെ മനസ്സിലാക്കും. എന്നിട്ട് ഹല്ലേലൂയ ആ ദൈവദാസനെ ബുക്ക് ചെയ്യാം. ആ ദൈവദാസനെ കിട്ടാത്തത് കൊണ്ട് പാസ്റ്റർ പേര് മറന്നു, ഈശോ ക്ഷമിക്കണം, സബിൻ ഷാമുവേൽ, ഇന്ന പാസ്റ്റർ കിട്ടാത്തതുകൊണ്ട് സബിൻ പാസ്റ്റർ ഒന്ന് വിളിച്ചാലോ? ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ആമേ പറ. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു യോഗം വെക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഭക്തന്മാരുടെ മുറിക്കകത്ത് വെളിപ്പെടുത്തും. ഇന്ന ദൈവദാസനിലൂടെ ശക്തമായ ദൈവിക മിനിസ്ട്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചെയ്തെടുക്കുവാനുണ്ട്. എത്ര പേര് ആമേ പറയും? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സഭയോട്, ദൈവദാസന്മാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെ വരണമെങ്കിൽ വ്യത്യസ്ത നിലവാരത്തിലുള്ള ദൈവിക നിയോഗത്തിന്റെ അഭിഷേകം ആലിൽ നിന്റെ മേൽ വെളിപ്പെടാൻ ആവശ്യമാണ്. നിന്റെ മേൽ അത് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന കറിയുമ്പോൾ ആർക്കുമില്ലാത്ത പ്രിയ സ്പെഷ്യലുകൾ, സ്പെഷ്യലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസന്റെ മേൽ ദൈവാത്മ കൃപാവരത്തോടെ ജ്വലിപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്ന കരങ്ങളെ ചേർത്തടിച്ച് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനേ, ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനേ, ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിന്നൻപിനാ, തളർന്നു പോയാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിന്നൻപിനാ, തകർന്നു പോകാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിയിടും ഭുജബലത്ത. അവരെ കുറിച്ച് എന്താ പറയണമോ? ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിയിടും ഭുജബലത്താൽ. കർത്താവിന്റെ വരവോളം ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിയിടും ഭുജബലത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെടുത്ത് നാമേ പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട പ്രവചന ശബ്ദം അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്പെഷ്യൽ ആവുമ്പോഴാ പിന്നെ ഇരിക്കാൻ സമയം ലഭിക്കാത്തത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നാമം പറഞ്ഞാട്ടെ. ഹൂബ്ലിയിൽ സുവിശേഷ പ്രവർത്തനത്തിന്റെ പര്യവസാനം വിതച്ചുകൊണ്ട് സുവിശേഷ വിരോധികൾ ആ ദേവദാസന്റെ കഴുത്തിനെ അറുത്തുമാറ്റി. പ്രൈസ് ദി ലോർഡ്.
ആ വർഷം തന്നെ ആ ദൈവദാസന്റെ തലമുറ ദൈവസഭ ഏറ്റെടുക്കണമെങ്കിൽ ആ ഹല്ലേലൂയ പ്രിയ സഹോദരനെ ചങ്കുറ്റം ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഹല്ലേലൂയ ഭീരുത്വത്തിന്റെ ആത്മാവിനെല്ലാം പകർന്നിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കർണാടക കടബ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മാംഗ്ലൂർ കടബ. ആര്യനാടുള്ള ഒരു ദൈവദാസനും ദൈവദാസിയുമാണ് അവിടെ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. AG സഭയ. ഒരു ദിവസം ഹല്ലേലൂയ ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ ആ ദൈവസഭയ്ക്കകത്ത് വന്ന് മുഴുവനും അവിടെ അടിച്ചു തകർത്തു. നമ്മൾ ഈ സുവിശേഷ വിരോധികളെന്ന് സത്യം പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് മാന്യതയുള്ളതുകൊണ്ട് നമ്മളത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. സഭ മുഴുവനും അടിച്ചു തകർത്ത് അവിടുത്തെ ദൈവദാസനെ ദൈവദാസിയെ അടിച്ചു പുറത്താക്കി. എന്നിട്ട് അവരുടെ ദൈവത്തിന്റെ പ്രതിഷ്ഠയും വെച്ച് ഒരു ഹല്ലേലൂയ അവരുടെ മതത്തിന്റെ കൊടിയും ഉയർത്തിക്കെട്ടി. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, മാംഗ്ലൂർ കടവ എന്ന് പറയുന്ന സ്ഥലത്ത് ഇനി സുവിശേഷ പ്രവർത്തനം നടക്കരുത്. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ഞാൻ കടവയിലേക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയി. കടവ മുതൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മാംഗ്ലൂർ പട്ടണം വരെയും അതിനുശേഷം ദൈവം ഉയർത്തിയത് ഏകദേശം 25 ദൈവസഭകളെയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നമ്മളെ ഹല്ലേലൂയ പരാജയപ്പെടുത്തണമെങ്കിൽ ഇവർക്ക് പറ്റാന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവർ നമ്മളെ ഉപദ്രവിക്കരുത്. എന്നാൽ ഞങ്ങൾ ശകലം അടങ്ങും. ഉപദ്രവിക്കും തോറും ഈ പാർട്ടിക്കാർ വിളിക്കാറുണ്ടല്ലോ കൊല്ലം, പക്ഷേ തോൽപ്പിക്കാനാവത്തില്ല. ഹല്ലേലൂയ. കൊന്നു തോറ്റവരായിരുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് എവിടെ അവസാനിക്കേണ്ടതാ? പൂർവീയ പിതാക്കന്മാരുടെ കാലഘട്ടത്തെ അവസാനിക്കേണ്ട സുവിശേഷം 21-ാം നൂറ്റാണ്ടിലും ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടുന്നതിന്റെ കാരണം എന്താണ്? ആത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക നിയോഗത്തിന്റെ ശക്തിയാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ടല്ലേ ഹല്ലേലൂയ കരുനാഗപ്പള്ളിയിൽ ഹല്ലേലൂയ ഒരു ദൈവദാസനെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും പത്രങ്ങളിൽ. ഹല്ലേലൂയ പട്ടാപ്പകൽ മുഖം മൂടി ധരിച്ചു കൊണ്ടുവന്ന ആ ദൈവദാസി ഉപദ്രവിച്ചു. പ്രവർത്തനം അവസാനിപ്പിക്കണം, ഇത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ വീണ്ടും ആ ദൈവസഭ തുറന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങി. എന്തിനു പറയാൻ? ഒരു സുവിശേഷ പ്രവർത്തകനാണ്, നിങ്ങൾ പത്രമാധ്യമങ്ങൾ കണ്ടു കാണും, സുവിശേഷ പ്രവർത്തകനാണ് മാധവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. രക്ഷയുടെ അനുഭവത്തിലേക്ക് ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചു, ജലത്തിൽ സാക്ഷീകരിച്ചു. ഹല്ലേലൂയ സുവിശേഷ പ്രവർത്തനത്തിൽ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുടുംബത്തിനകത്ത് ആരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ഒരു ദിവസമായപ്പോൾ മകന്റെ വിവാഹം അടുത്തു വരികയാണ്. ഈ അപ്പനോട് വന്ന് ഈ മകൻ പറയാണ്, അപ്പാ നാളെ എൻ്റെ വിവാഹമാണ്, അപ്പൻ വന്ന് നടത്തി തരണം. അപ്പൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ 2 മണിക്കൂറത്തേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വന്ന് എൻ്റെ വിവാഹം നടത്തി തരാൻ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പന്റെ മറുപടി എന്താണെന്നറിയാമോ? മോന്റെ വിവാഹമൊക്കെയും അപ്പന് സന്തോഷമുള്ള കാര്യമാ, പക്ഷെ മോൻ പറഞ്ഞില്ലേ 2 മണിക്കൂറത്തേക്കെങ്കിലും ഈ അപ്പൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തണം. അത് അപ്പനെ കൊണ്ട് കഴിയത്തില്ല. അപ്പൻ അറിഞ്ഞിരിക്കുന്ന സത്യമുണ്ടല്ലോ, ഇത് സമാധാനത്തിന്റെയാണ്. അപ്പൻ അറിഞ്ഞ സത്യമുണ്ടല്ലോ, ഇത് സ്നേഹത്തിന്റെയാണ്. അപ്പൻ അറിഞ്ഞ സത്യമുണ്ടല്ലോ, ഇത് നിത്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. വെയിലാറുന്ന സമയത്ത് സന്ധ്യസമയമായപ്പോൾ ഈ അപ്പൻ വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. സ്വന്തം ഭാര്യ എന്ത് ചെയ്തെന്നറിയാമോ? സ്വന്തം ഭാര്യ കടാരയെടുത്തു, സ്വന്തം മകൻ വടിവാളെടുത്തു. ഈ അപ്പൻ കയറി വരുന്ന കണ്ടവുടൻ തന്നെ സ്വന്തം ഭാര്യ കടാരയെടുത്തു വയറ്റിനകത്ത് കുത്തിക്കയറ്റി. സ്വന്തം മകൻ അപ്പന്റെ കഴുത്തിനെ അറുത്തുമാറ്റി, കൈയിനെ അടുത്തുമാറ്റി, ഉടലൊരു ഭാഗത്ത് കാലൊരു ഭാഗത്ത്, ഇതെല്ലാം വലിച്ചു കൂട്ടിയെടുത്ത് വനാന്തരത്തിനകത്ത് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. സുവിശേഷം അവസാനിച്ചു. ഒന്നാമേ പറഞ്ഞു, ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ പകൽക്കാലം ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ ഇതിനകത്ത് കയറി വന്ന് ഈ ഇരിക്കുന്ന ദൈവദാസന്മാരെ കൊന്നാലും എൻ്റെ കഴുത്തിന് അറുത്തു മാറ്റിയാലും ആത്മാവിന് ഞാൻ ഒരു പ്രവചനം വിളിച്ചു പറയാ, ആ നിമിഷം തന്നെ അടുത്ത ഒരു തലമുറയെ സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷ പറഞ്ഞ്
ദൈവത്തിന്റെ നിയോഗത്തോടെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആലോചന കൈമാറുന്നു. പ്രവാചകന്മാർ എഴുന്നേൽക്കാൻ വേണ്ടി പോകുകയാണ്. അന്ത്യകാല അപ്പോസ്തലന്മാർ എഴുന്നേൽക്കാൻ വേണ്ടി പോകുകയാണ്. അന്ത്യകാല സുവിശേഷകന്മാർ ഈ ദൈവസഭയ്ക്കകത്തു നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഒരു മിഷണറി സഭയാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സഭയെ എക്സോഡസ് ആക്കി മാറ്റി. പുറപ്പാടിലേക്ക് ഈ ദൈവസഭയെ കരം പിടിക്കുന്ന ഒരു വെളിപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പ്രാപിച്ചോ. ഉപവാസ പ്രാർത്ഥന ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നതായി കാണുന്നു. ചിലരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുക, ചിലരെ ദൈവിക നിയോഗത്തിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുക, ചിലരെ അഭിഷേകത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോകുക, ചിലരെ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ഓ Rakatana repe sheke adaragunada gadaga shamdare rapatana gadaga shabadagunada ardaragunada gadaga shamdare. Yes ചിലരുടെ മേൽ ആ ശക്തി വെളിപ്പെടുകയോ, ചിലരുടെ മേൽ ആ സാന്നിധ്യം വെളിപ്പെടുകയോ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന നിന്റെ അകത്തളങ്ങളിൽ അത്യന്ത ഫലമായി ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ഓ രാമശാബല ബൗഡബനഗദന നീതലഗടകേ Shekeri bala bauda badagatana ningada gaude regade. O raba shekatana rabatana reketana repe. അടരകുന്ന ആരകടക ശബ്ദരെ അന്ത്യകാല പ്രവാചകന്മാർ, അന്ത്യകാല ശുശ്രൂഷകന്മാർ, അന്ത്യകാല അപ്പോസ്തലന്മാർ, അന്ത്യകാല സുവിശേഷകന്മാർ ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്തു നിന്ന് ദൈവിക നിയോഗം പ്രാപിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. Ora balate thina rama sheke thene re pe sheke. Ora ekdam chayam rima sheke thina madana gadagana rima. Ora thana gadaga shanda madana gadagana rima rima she. Rima sheke gadaga shanda rima la baudan. Jeevidam vettamalla yen jeevidam vettamalla. ജീവിതം വ്യർത്ഥമല്ല, എൻ ജീവിതം വ്യർത്ഥമല്ല. നഷ്ടമായ ജീവിതത്തെ ഇഷ്ടനാക്കി ഇത്തവണേ. നഷ്ടമായ ജീവിതത്തെ ഇഷ്ടനാക്കി ഇത്തവണേ. വൗ 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 ജീവിതം വ്യർത്ഥമല്ല, എൻ ജീവിതം വ്യർത്ഥമല്ല. ജീവിതം വ്യർത്ഥമല്ല, എൻ ജീവിതം വ്യർത്ഥമല്ല. നഷ്ടമായ ജീവിതത്തെ ഇഷ്ടനാക്കി ഇത്തവണേ. നഷ്ടമായ ജീവിതത്തെ ഇഷ്ടനാക്കി ഇത്തവണേ. വൗവാഹ 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 വൗവാഹ. ജീവിത പലകളിൽ ഞാൻ ഏറ്റവും വളഞ്ഞിടുമ്പോ, ജീവിത പാതകളിൽ ഞാൻ ഏറ്റവും വളഞ്ഞിടുമ്പോ, എനിക്കായി കരുതിയവൻ എന്നെ താങ്ങി
എനിക്കായി കരുതിയവൻ, ഓ എന്നെ താങ്ങി നടത്തിടുന്നവൻ. വൗവാഹ 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 വൗവാഹ. ജീവിതമാകുന്ന ഈ നിമിഷത്തിൽ എന്റെ നന്മയ്ക്കായി നീ അണഞ്ഞിടും. ജീവിതമാകുന്ന ഈ നിമിഷത്തിൽ എന്റെ നന്മയ്ക്കായി നീ അണഞ്ഞിടും. ഞാനെന്നും സ്തുതി പാടിയിടും, എന്റെ യേശുവേ ആരാധിക്കും. ഞാനെന്നും സ്തുതി പാടിയിടും, എന്റെ യേശുവേ ആരാധിക്കും. വൗവാഹ 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 വൗവാഹ. ജീവിതം വ്യർത്ഥമല്ല, എൻ ജീവിതം വ്യർത്ഥമല്ല. ജീവിതം വ്യർത്ഥമല്ല, എൻ ജീവിതം വ്യർത്ഥമല്ല. നഷ്ടമായ ജീവിതത്തെ ഇഷ്ടനാക്കി ഇത്തവണേ. നഷ്ടമായ ജീവിതത്തെ നഷ്ടനാക്കി ഇത്തവണേ. വൗവാഹ 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 വൗവാഹ. ആ കരമുളിയ ധ്യാനോടെ പറഞ്ഞാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അപ്പോസ്തലന്മാർ എഴുന്നേക്കും, പ്രവാചകന്മാർ എഴുന്നേക്കും, അന്ത്യകാല ശുശ്രൂഷകന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ എഴുതിയ ഒരു പാട്ടാണ് ഇപ്പോൾ പാടിയത്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു പാട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. അല്ല, ഒറ്റൊരു പദം കൂടെ പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് സാക്ഷികൾക്ക് ഞാൻ വിരാമം കുറിക്കും. എന്നിട്ട് ഹല്ലേലൂയ ശക്തമായ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവനാമത്തെ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്ലോക്ക് നോക്കണ്ട, ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് സമയപരിമിതി ഇല്ല. എങ്കിലും എനിക്കറിയാം ഇതിനകത്ത് വളരെയധികം ചൂടുണ്ട്. എൻ്റെ അടുത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ അഭിഷേക്തന്മാർ ഒരു ടൈം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതായില്ലല്ലോ. ആയോ ആയോ ടൈമില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പം മാക്സിമം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന നിലവാരത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കണമേ. അങ്ങനെ ഈ അപ്പച്ചന്മാരുടെ സിമ്പതിയിൽ തുടങ്ങിയതാണ് ആത്മീയ ജീവിതം. എല്ലാ ഞായറാഴ്ചയും ഞാൻ ഹല്ലേലൂയ ജയിലിനകത്ത് വെച്ച് ഈ പള്ളിക്കാരുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പോകുവാൻ വേണ്ടി തുടങ്ങി. വീണ്ടും എൻ്റെ ശരീരം മുഴുവനും വ്രണം ബാധിച്ചു, കണ്ണിൽ ബാധിച്ചു, നാക്കിൽ ബാധിച്ചു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. മാറിയും തിരിഞ്ഞ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടും ഇവർ കേട്ട ഭാവം പോലും നടിക്കില്ല. ഒരു ദിവസമായപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത തിളച്ചു മറിഞ്ഞു വന്നു. ഹല്ലേലൂയ. ഈ പള്ളിക്കാർ സുവിശേഷം പറയുവാൻ വേണ്ടി വരുമ്പോൾ ഈ പാസ്റ്റർമാരോട് എൻ്റെ കാര്യമെന്ന് അവതരിപ്പിക്കാം. പക്ഷെ പുറത്തുനിന്ന് വരുന്നവരോട് സംസാരിക്കാൻ പോലീസ് അധികാരികൾ നമ്മൾ അനുവദിക്കത്തില്ല. എങ്കിലും വളരെയധികം ഹല്ലേലൂയ വിശ്വാസത്തോടു കൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ പോയി ചോദിച്ചു, സാറേ എനിക്ക് ഈ പള്ളിക്കാരോട് എനിക്കൊന്ന് സംസാരിക്കണം, എനിക്കൊന്ന് 1 മിനിറ്റ് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 മിനിറ്റോളം അനുവദിച്ചു തന്നു. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ റിമാൻഡ് പ്രതികളായതുകൊണ്ട് ഷട്ടിടാൻ പാടില്ല. കയ്യിലേക്ക് മുറുക്കി കൊടുത്ത് തലമുടി ചീകി വൃത്തിയാക്കി സുവിശേഷം പറഞ്ഞു പോകുന്ന ഈ അപ്പച്ചമാരുടെ പുറകിൽ ഞാൻ ഓടിച്ചത്. അപ്പച്ച ഒന്ന് നിൽക്കാൻ പറഞ്ഞു. രണ്ടുപേരും പിടിച്ചു നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പച്ച എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്, തിരുവനന്തപുരം ചെങ്കച്ചുള്ളനാണ് ഞാൻ താമസിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് 10-17ഓളം കേസുകളുണ്ട്. ഇപ്പോൾ ഒരു കൊലപാതക കുറ്റത്തിനാണ് പോലീസുകാരന്മാർ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇനി പുറം ലോകം കാണുവാൻ കഴിയുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല അപ്പച്ച. എന്നിട്ട് ഞാൻ എൻ്റെ ശരീരം മുഴുവൻ ഈ അപ്പച്ചന്മാർക്ക് കാണിച്ചു. അപ്പച്ച നോക്കി, ശരീരം മുഴുവൻ വ്രണമാണ്. കണ്ണിന് ബാധിച്ചതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, നാക്കിൽ ബാധിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. മാറിയും തിരിഞ്ഞും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇവർ കേട്ട ഭാവം പോലും നടിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ലഘുവായിട്ട് ഈ അപ്പച്ചന്മാരോട് ചോദ്യം ചോദിച്ചു, അപ്പച്ച നിങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശുവിനെ എന്നെ സൗഖ്യമാക്കാൻ പറ്റുമോ?
എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിനെ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമോ? മറ്റുള്ള പ്രതികളെല്ലാം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, പോലീസുകാരന്മാരെല്ലാം മാറ്റി നിർത്തിയ സ്ഥാനത്ത്, എൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി പോലും നോക്കാതെ ഈ രണ്ട് അപ്പച്ചന്മാർ എന്നെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് എൻ്റെ തലയിൽ കൈവച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുഴുവൻ വ്രണങ്ങൾ കരിഞ്ഞു മാറുവാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആദ്യമായിട്ട് പ്രശാന്ത് രോഗസൗഖ്യം അനുഭവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കൺവെൻഷൻ ക്രൂസേഡുകളിലല്ല, 40 ദിവസത്തെയും 21 ദിവസത്തെയും 7 ദിവസത്തെയും 3 ദിവസത്തെയും ഉപവാസ പ്രാർത്ഥനയിലുമല്ല. ആവേശത്തോടെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, കാരാഗൃഹത്തിന്റെ അകത്തളങ്ങളിലും ഇറങ്ങി വന്ന് സൗഖ്യം തരുന്നവൻ ഒരുവനുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുവാണ്. ഓ, ഏതു വലിയ പാരമ്പര്യ രോഗത്തെയും സൗഖ്യമാക്കുന്ന ഒരു കരം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അകർത്യങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകർത്യങ്ങൾ നിമിത്തം തകർന്നു പിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി, യേശുവിന്റെ അടിപ്പിടലുകളാൽ ഇന്ന് പകൽക്കാല ചിലരുടെ മേൽ രോഗസൗഖ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറിയ വിശ്വസിക്കുന്ന രാമെ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങൾ വരെയും പാരമ്പര്യം നീ അനുഭവിക്കുന്ന ചില രോഗബന്ധനത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റി ശക്തമായ രോഗസൗഖ്യം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് കൈമാറുക. അവന്റെ അടിപ്പിണരുകളാൽ, അവന്റെ അടിപ്പിണരുകളാൽ, അവന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തൊരു സൗഖ്യം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഓ റബ ശെകെ തനാര. ആമേൻ പറഞ്ഞാട്ടെ. ഏത് വലിയ പാരമ്പര്യ രോഗത്തെയും ഹല്ലേലൂയ അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമാക്കുവാനിടയെ തീരും. സ്തോത്രം. അങ്ങനെ ആദ്യമായിട്ട് പ്രശാന്ത് പാസ്റ്റർ രോഗസൗഖ്യം അനുഭവിച്ചത് ഹാലിലെ ജയിലിനകത്ത് വെച്ചാണ്. സ്തോത്രം. പിന്നെ എല്ലാ ഞായറാഴ്ചയും ഇവരുടെ കൂട്ടായ്മയിലേക്ക് പോകുവാൻ വേണ്ടി തുടങ്ങി. ഒരു ദിവസമായപ്പോൾ നീല ബൈൻഡിട്ട പുതിയ നിയമം എന്നെഴുതിയൊരു പുസ്തകം എൻ്റെ കടത്തി തന്നിട്ട് പറഞ്ഞു, മോനെ ഇതിനകത്ത് യോഹന്നാൻ സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഇത് വായിക്കാൻ പറഞ്ഞു. അടച്ചു പൂട്ടിയ കാരാഗൃഹത്തിൻ്റെ അകത്തളങ്ങളിൽ അതിൽ പുതിയ നിയമ പുസ്തകം തുറന്ന് യോഹന്നാൻ സുവിശേഷം വായിക്കുവാൻ വേണ്ടി തുടങ്ങി. ഓരോ അധ്യായങ്ങൾ മറിച്ച് വായിക്കുമ്പോൾ സ്വർഗം എനിക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം എഴുതി തുടങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ജയിലിനകത്ത് വെച്ചൊരു തീരുമാനമെടുത്തു, ഇനി ഹല്ലേലൂയ പുറത്തിറങ്ങുവാൻ എനിക്ക് അവസരം ലഭിക്കുമെങ്കിൽ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി മാറും, ഞാൻ കർത്താവിൻ്റെ വേലക്കാരനായി മാറും, കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നൊരു തീരുമാനം ഞാൻ ജയിലിനകത്ത് വെച്ച് എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞ് എൻ്റെ സാക്ഷികൾക്ക് ഞാൻ ഫുൾ സ്റ്റോപ്പ് വെക്കുക. ദൈവം അനുവദിക്കുമെങ്കിൽ ഇനി എനിക്ക് ഒരു സാക്ഷി കൂടെ ഉണ്ട്. ആ സാക്ഷി കിട്ടിയിരിക്കുന്ന പേരാണ് കോടതി മുറിയിലെ അത്ഭുതം. കോടതി മുറിക്കകത്തും ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്നൊരു യേശുവുണ്ട്. ഈ സമയം വരെ പറഞ്ഞത് യേശുവിൻ്റെ അകത്തളങ്ങളിൽ വരുന്നതിന് മുമ്പേ ഉള്ള പ്രശാന്തിൻ്റെ ചരിത്രമാണ്. യേശു വന്നാലുള്ള ചരിത്രത്തെ ദൈവം അനുവദിക്കുമെങ്കിൽ ഞാൻ രാത്രികാലം പറയും. ചില കുടുംബങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വിടുതലുകൾ ദൈവം അയക്കുവാൻ വേണ്ടി പോവുകയാണ്. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വായിച്ച തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവേദ ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുവാൻ ഇടയാത്തീർന്നത്. സ്നേഹങ്ങളുടെ പുസ്തകമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹല്ലേലൂയ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-17 തിരുവേദ ഭാഗങ്ങളെയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. ഹല്ലേലൂയ. ഒരാൾ ശബ്ദമുയർത്തി വീണ്ടും വായിച്ചു തന്ന് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും ഐശ്വര്യമായിട്ട് സഹായിക്കും, അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ വായിച്ചോട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നമ്മുടെ കടത്തി തന്നിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൻ്റെ പ്രത്യേകതകൾ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വിളഞ്ഞു കിടന്ന ഞാങ്ങടയിൽ എഴുതപ്പെട്ട
വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടായി വിഭജിച്ചിരിക്കുന്നു. ഒന്ന് പഴയ നിയമ പുസ്തകമെന്നും രണ്ട് പുതിയ നിയമ പുസ്തകമെന്നും. പഴയ നിയമ പുസ്തകത്തെ ലോഗോസ് ആയിട്ടും പുതിയ നിയമ പുസ്തകത്തെ റേമയായിട്ടും വെളിപ്പെടുത്തുമ്പോൾ പഴയ നിയമ ഗ്രന്ഥം മാത്രമെന്ന് ഇറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3 വിഭജനങ്ങളെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് 3 ഗ്രന്ഥങ്ങൾ? ഹാലലി. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ വക്താവായിരിക്കുന്ന മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് അഥവാ അറിയപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകത്തെ വിളിക്കുന്ന പേരാണ് തോറ പുസ്തകം. ഏതാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞേ? തോറ പുസ്തകം. ഒന്നാമത്തെ പുസ്തകം ഏതാണ്? തോറ പുസ്തകം അഥവാ ന്യായപ്രമാണ പുസ്തകം അഥവാ പഞ്ചഗ്രന്ഥങ്ങളൊക്കെ വിളിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കരുത്തിൽ തന്നിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൽ വളരെ ശ്രേഷ്ഠകരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോട് ദൈവം അരുളി ചെയ്തതിനെ ഭക്തന്മാർ എഴുത്തുകളായി എഴുതുവാൻ വേണ്ടി തുടങ്ങി. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകൾ, ഹാലലിയ, 13 പുസ്തകങ്ങളാണ് എഴുത്തുകൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. എഴുത്തുകൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന 13 പുസ്തകങ്ങളെ വിളിക്കുന്ന പേരാണ് കെത്തുബീൻ. എന്താണ്? കെത്തുബീൻ. അപ്പൊ ഒന്നാമത്തെ പുസ്തകം ഏതാണ്? തോറ പുസ്തകം. രണ്ടാമത്തത് കെത്തുബീൻ. ഇനി മൂന്നാമത്തെ പുസ്തകത്തിന്റെ പ്രത്യേകത പ്രവചന ഗ്രന്ഥങ്ങളാണ്. 21 പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് വലിയ പ്രവാചകന്മാരായും ചെറിയ പ്രവാചകന്മാരെയും വേദപണ്ഡിതന്മാർ തരംതിരിക്കുന്നു. പക്ഷേ ദൈവത്തിന് വലിയ പ്രവാചകനെന്നോ ചെറിയ പ്രവാചകനൊന്നും ദൈവത്തിനില്ല. ദൈവത്തിന് പ്രവാചകന്മാരും ഭക്തന്മാരും എല്ലാം ഒന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും വേദപണ്ഡിതന്മാർ ചെറിയ പ്രവാചകന്മാരായും വലിയ പ്രവാചകന്മാരെയും വെളിപ്പെടുത്തുന്ന 21 പ്രവചന ഗ്രന്ഥത്തെ വിളിക്കുന്ന പേരാണ് നബീബീം. എന്താണ്? നബീബീം. അപ്പൊ ഒന്നാമത്തെ പുസ്തകം തോറ, രണ്ടാമത്തെ പുസ്തകം കെത്തുബീൻ, മൂന്നാമത്തെ പുസ്തകം നബീബീം. ഇതാണ് 3 പഴയ നിയമ ഗ്രന്ഥത്തിന്റെ വ്യത്യസ്ത നിലവാരത്തിലുള്ള വിഭജനങ്ങൾ. നമ്മുടെ കടത്തിൽ തന്നിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തുകൾ ഗദ്യമെന്ന നിലവാരത്തിൽ മാത്രം എഴുതപ്പെട്ട പുസ്തകമല്ല. നേരെ മറിച്ച് യഹോവയായ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ചെയ്തതിനെ അവർ, ഹല്ലേലൂയ, ഉപകാരങ്ങളെ അവർ പറയുക മാത്രമല്ല, അവർ പാട്ടുകളായി പാടുവാൻ വേണ്ടി തുടങ്ങി. അത്ഭുതകരമാകുന്ന ദൈവപ്രവർത്തികൾ കണ്ട്, അതിശയങ്ങൾ കണ്ട് അവർ ദൈവത്തിന് വേണ്ടി പുതിയ പാട്ടുകൾ പാടി. അതുകൊണ്ടാണ് നമ്മുടെ ദൈവസഭയ്ക്കകത്ത് പാട്ടുകൾക്കും സങ്കീർത്തനങ്ങൾക്കും ഇത്രയധികം പ്രാധാന്യത വരുവാൻ ഇടയായി തീർന്നത്. നോക്കണമേ. അപ്പോൾ ഗീതങ്ങൾ അഥവാ സങ്കീർത്തനങ്ങൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വേദപുസ്തകം വേഗത്തിലൊന്ന് പരിശോധിച്ചാൽ അതിനകത്തും കാണുവാൻ കഴിയും എത്ര വിഭജനമാണ്? 5 വിഭജനങ്ങൾ. സ്തോത്രം. അത് പറഞ്ഞ് സമയം തീർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദാവീദിന്റെ സങ്കീർത്തനം, ആസാഫിന്റെ സങ്കീർത്തനം, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം, മോശയുടെ പ്രാർത്ഥനകൾ വളരെ വ്യത്യസ്ത നിലവാരത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് സങ്കീർത്തന പുസ്തകത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നമുക്കറിയാം, ഹാലൂയ, സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിന്റെ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത ഇവൻ എപ്പോഴും ശത്രുക്കളെ നോക്കിയിട്ടുള്ള പാട്ടുകളാണ്. അതുകൊണ്ടല്ലേ 23-ാം സങ്കീർത്തനത്തിനകത്ത് താൻ എഴുതി വെച്ചത്, ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കും. ഹാലൂയ. ബൈബിൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഈ ടേബിൾ എന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശ ഒരുക്കുമെന്നാണ്. ഇനി ആസാഫിന്റെ സങ്കീർത്തനങ്ങളൊന്ന് നോക്കിയേ. ആസാഫ്, ഹാലൂയ, നോക്കണമേ, ദാവീദ് രചിച്ചത്, ആസാഫ് പാടുകയാണ്. അപ്പോൾ ആസാഫിൻ്റെയും സങ്കീർത്തനങ്ങളുണ്ട്, ദാവീദ് രചിച്ചത്, ആസാഫ് പാടിയതുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്ത നിലവാരത്തിലാണ് അടുത്ത ഒരു സങ്കീർത്തനം, മോശയുടെ പ്രാർത്ഥനകൾ. മരുഭൂ പ്രയാണത്തിനകത്ത് മരണം മുഖാമുഖമായി കാണുമ്പോഴും തൻ്റെ ജീവിതത്തിൽ നിന്നും, ഹാലലി, ഒത്തിരി പേര് മരണപ്പെടുന്നത് കാണുമ്പോഴും തനിക്ക് പറയാനുള്ള പദം എന്താണ്? കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഇനി അതിലും വ്യത്യസ്തമായി സങ്കീർത്തനങ്ങൾ രചിച്ചത് കോരഹപുത്രന്മാരാണ്. അവർക്ക് ശത്രുത്വങ്ങളെ കുറിച്ച് പാടാനില്ല. അവർക്ക് ആരെങ്കിലും രചിച്ചതിൻ്റെ ബാക്കിപത്രം പാടുവാൻ അവർക്ക് ആവശ്യമില്ല. ഹല്ലേലൂയ. ഇവർക്ക് പാടാനുള്ളത് മരണത്തിനെ കുറിച്ചല്ല, ഇവർക്ക് പാടാനുള്ളത് ദൈവ മഹത്വത്തെ കുറിച്ചാണ്. ഒന്ന് സ്തോത്രം പറയാമോ? എന്തുകൊണ്ടാണ് കോരഹപുത്രന്മാർ ഇത്രയും അധികം ദൈവമഹത്വത്തിന്റെ സങ്കീർത്തനത്തെ പാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കോരഹപുത്രന്മാരുടെ കുടുംബത്തിനകത്ത് പാപം ചെയ്യുവാനുള്ള പ്രേരണ ലഭിക്കുകയാണ്. കുടുംബത്തിനകത്ത് പാപമാണ് കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് കോരഹപുത്രന്മാർ ദൈവമഹത്വത്തെ കാണുകയാണ്.
അതുകൊണ്ടല്ലേ 84 സങ്കീർത്തനത്തിനകത്ത് അവർ പാടിയത്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. കുരുകിലൊരു വീടും വിവിൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് അവർ കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ അങ്ങയുടെ യാഗപീഠങ്ങളെ തന്നെ. ആമേൻ പറഞ്ഞാട്ടെ. ഈ പദങ്ങളൊക്കെയും കോരഹപുത്രന്മാർ പാടണമെങ്കിൽ അവർ കണ്ട ദൈവമഹത്വം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ദൈവമഹത്വമല്ല. ആമേൻ പറഞ്ഞാട്ടെ. കോരഹപുത്രന്മാർ കൂടാരം വിട്ട് പുറത്തു വരുന്ന സമയത്ത് അപ്പൻ പുറകിൽ നിന്ന് വിളിക്കുക, ഹേ കോരഹപുത്രന്മാരെ, നിങ്ങളിപ്പോ കൂടാരം വിട്ടു പോകുകയാണെങ്കിൽ മടങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പന്റെ ഓരവകാശവും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. എന്നാൽ ഇത് കേട്ട ഉടൻ തന്നെ കോരഹപുത്രന്മാർ വീണ്ടും എഴുതി വെച്ചു, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിനകത്ത് ഒരു കാവൽക്കാനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമാണ്. യഹോവയായ ദൈവം കൃപയും മഹത്വവും നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ നന്മയെ മുടക്കി നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അസാധാരണമാകുന്ന ദൈവിക വിടുതലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദി വരാം. ഹല്ലേലൂയ. അങ്ങനെ ശ്രേഷ്ഠകരമായി കാണുന്ന ഒരു പുസ്തകമാണ് പഴയ നിയമഗ്രന്ഥം എന്ന് പറയുന്നത്. പുതിയ നിയമ പുസ്തകത്തിന്റെ ചരിത്രം പറഞ്ഞ് സമയം തീർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം അനുവദിക്കുമെങ്കിൽ അതിൻ്റെ ചരിത്രങ്ങൾ വൈകുന്നേരം ഹല്ലേലൂയ പ്രസ്താവിക്കുവാനിടയായി തീരും. വായിച്ച തിരുവെഴുത്തുകളിൽ നിന്നും ഹല്ലേലൂയ 1-2 ഭാഗങ്ങളെ മാത്രം വേഗത്തിൽ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തുകൾ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-17 തിരുവേദ ഭാഗങ്ങളെയാണ് ഇന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇതാണ് ശക്തമായൊരു പ്രമേയം. നമ്മളിൽ ആരാണ് വസിക്കുന്നത്? നമുക്കറിയാം, ഒത്തിരി പദങ്ങളെ ഇതിനകത്ത് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും തൽക്കാലത്തേക്ക് പകൽക്കാലത്തെ ശുശ്രൂഷ ഞാൻ ഏകദേശം കൺക്ലൂഷൻ ചെയ്യാനുള്ള സമയം അടുത്ത് വരികയാണ്. നല്ല ചൂടിൻ്റെ ഇതുണ്ട്. ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്ക് വൈകുന്നേരം, കാരണം നിങ്ങളും തണുത്തു പോയെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. കാരണം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. തണുത്ത് ഈ അത്രയ്ക്ക് മാത്രം ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഹല്ലേലൂയ ഒരു 10 മിനിറ്റ് കൊണ്ട് ഹല്ലേലൂയ അതിൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കും. സന്തോഷമുണ്ടോ? ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആരാണ് നമ്മളിൽ വസിക്കുന്നത്? 2 വേദഭാഗങ്ങൾ പരിചയപ്പെടുത്തുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. 1 കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ തിരുവേദ ഭാഗം. വേഗത്തിൽ വായിച്ചാട്ടെ. കൊലോസ്യർ 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ തിരുവേദ ഭാഗം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാന്തനം, ഇത് ശ്രദ്ധിക്കണം. അവരോട് ജാതികളുടെ ഇടയിൽ, ഇതൊരു മർമ്മമാണ്. ഈ മർമ്മം മറനീക്കി പ്രദർശിപ്പിച്ച് കിട്ടിയവരാണ് ദൈവമക്കൾ. ആ ഭാഗ്യം ആർക്ക് ലഭിച്ചു? ആർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞേ? ഇതാർക്കാ ലഭിച്ച ഈ ഭാഗ്യം? നമുക്കാ ലഭിച്ചത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഇത് മറനീക്കി പ്രദർശിപ്പിക്കുവാൻ തേജോമനായിരിക്കുന്ന യഹോവയായിരിക്കുന്ന ദൈവത്തിനാണ് ഇഷ്ടമായത്. ആമേൻ. ഈ മർമ്മം ആരാ വെളിപ്പെടുത്തിയേ? ദൈവമാ വെളിപ്പെടുത്തിയത്. ഇത് ആർക്കാ വെളിപ്പെട്ട് കിട്ടിയത്? ദൈവമക്കൾക്കാ കിട്ടിയത്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കും നിങ്ങൾക്കാ ഇത് വെളിപ്പെട്ട് കിട്ടിയത്. കാരണം ഇത് സകല ലോകത്തിലുള്ള മനുഷ്യർക്കും വെളിപ്പെട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് സകല സ്ഥലങ്ങളിലും ഹൈന്ദവനോ മുസൽമാനോ പാരമ്പര്യ ക്രിസ്ത്യാനിത്വം പറയാൻ ആരും കാണത്തില്ല. കാരണം എല്ലാവരും എന്തായിരിക്കും?
ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് ഈ മർമ്മം മറനീക്കി പ്രദർശിപ്പിച്ച് കിട്ടിയ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഈ രഹസ്യം ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അനവധി പേർ കേട്ടു, അനവധി പേർ അറിഞ്ഞു. പക്ഷെ ഉൾക്കൊണ്ടവരും സ്വീകരിച്ചവരും ചുരുക്കത്തിൽ വ്യക്തികളായി മാറി. ആമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാന്തനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ